മച്ചാമാരെ, ഞങ്ങൾ ഇന്ന് അമൃതം പൊടി വെച്ച് റൊട്ടി ഉണ്ടാക്കാൻ പോകുവാണ്. എന്റെ ഈ ഇരിക്കുന്ന അമൃതം പൊടിയാണ്. നമുക്കിനി റൊട്ടി ഉണ്ടാക്കി തുടങ്ങാം. പാത്രത്തിലേക്ക് ഇട്ടേക്കുവാണ്. ആദ്യം വെള്ളം ഒഴിക്കാം, ആവശ്യത്തിന് ഉള്ളത്രയും. കുഴച്ചു നോക്കാം. വെള്ളം പോരെങ്കിൽ നമുക്ക് ഒഴിച്ചു നോക്കാം. ഞങ്ങളിപ്പോൾ പൊടിയാണ് കുഴക്കുന്നത്. ഒരു ശകലം കൂടി ചേർത്തിരിക്കുകയാണ്. വെള്ളം കൂടി പോയി ശകലം കൂടി ചേർക്കുകയാണ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് തനിയെ തിന്നാവുന്ന ഫുഡാണ്. കെമിക്കൽ ഒന്നുമില്ല. ഗായ്സ്, നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോവാണ്. ഇളക്കുക. ഉപ്പ് വാരിയിടരുത്, കുറച്ചായി ചേർക്കാനുള്ളൂ. അല്പം കുറച്ചായിട്ട് ചേർക്കാനുള്ളൂ. ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞു. ഇനി പാചകം ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. തീപ്പെട്ടി മോശമാണെന്ന് തോന്നുന്നു. ഗ്യാസ് ഓണാക്കിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, ചട്ടി ഗ്യാസിൽ ഇരുന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടി നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ എണ്ണ ഒഴിക്കണം. ഇതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ മാവ് അന്തത്തിലേക്ക് ഇടാം. ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. സ്പൂൺ വെച്ച് പരത്താം. റൊട്ടി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തീയാണ് സൂക്ഷിച്ചു നോക്കി കൈകാര്യം ചെയ്തോണം. അടുത്ത് ചോദിച്ചിട്ട് തീകളുടെ പരിപാടിയൊക്കെ ഉള്ളൂ. റൊട്ടി ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശം വെന്തിരിക്കുന്നു. തീ കൂടിപ്പോയത് കൊണ്ടായിരിക്കും കുറച്ച് കരി തട്ടിക്കേ കഴിക്കാവുള്ളൂ. മന്ദപ്പൊടിയുടെ റൊട്ടി തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നമുക്കിങ്ങനെ പല ഐറ്റങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. കട്ടൻ ചായ ഉണ്ടാക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.